ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 106-108 എന്ന റേഞ്ചിലാണ് അത് ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ഇതേ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ബ്രന്റ് ക്രൂഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രൂഡ് പ്രൈസ് 100-ന് മുകളിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. പക്ഷേ എങ്കിൽ പോലും ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ പോസിറ്റീവായിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു ആശയമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഡോളർ ഇൻഡെക്സ് ഉയരുന്നില്ല, അതുപോലെ ഗോൾഡും സിൽവറും ഒന്നും ഉയരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട അസറ്റ് ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെയാണ് കാര്യമായിട്ട് ഫണ്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഫണ്ട് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഗ്ലോബൽ ഈക്വിറ്റി മാർക്കറ്റുകളൊക്കെ പോസിറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ ജപ്പാൻ്റെ നിക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.4% ഉയർന്നിട്ട് 60,000 ലെവലിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ കൊറിയയുടെ കോസ്പി അതും ഇന്ന് 2.1% ഉയർന്നതായിട്ട് കാണാം. അതുപോലെ തായ്വാൻ്റെ ഇൻഡെക്സ് ഉയർന്നതായിട്ടും കാണാം. ഇതുകൂടാതെ കഴിഞ്ഞ സെഷനിൽ US വിപണി മികച്ച നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. കാരണം S&P 500 ഏകദേശം 1% ഉയർന്നിരുന്നു. അതുപോലെ നാസ്ഡാക്ക് 1.6% ഉയർന്നിരുന്നു. അപ്പോൾ അമേരിക്കയിലെ ടെക് കമ്പനികളുടെ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലുള്ള വൻ മുന്നേറ്റമാണ് ഈ രീതിയിലുള്ള ഒരു ഗ്ലോബലായിട്ടുള്ള ഇൻഡെക്സുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ ഈ ആഴ്ച വരാൻ പോകുന്ന ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ വമ്പൻ ടെക് കമ്പനികളുടെ ഏർണിങ്സ് റിപ്പോർട്ടുകൾ പുറത്ത് വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ റിസൾട്ടുകൾ വളരെ മികച്ചതാകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ടുള്ള കൊറിയയുടെയും അതുപോലെ തായ്വാൻ്റെയും ഒക്കെ ഇൻഡെക്സുകൾ ഈ രീതിയിൽ ഉയരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ ഉയർത്തുന്ന വെല്ലുവിളിയെ മറികടക്കാൻ ഈ ഒരു ടെക് കമ്പനികളുടെ മുന്നേറ്റം സഹായിക്കുന്നുണ്ട്. S&P 500-ലുള്ള ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഈ കമ്മിങ് ഏർണിങ്സ് റിപ്പോർട്ടുകളിൽ 13-14% വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് ടെക് കമ്പനികളെ കുറിച്ച് വരുന്നത് കൊണ്ടാണ് ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് 2% വരെ ഉയർന്നതായിട്ടും കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ 10% വരെ താഴോട്ടേക്ക് പോയ ഒരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റി IT ഇൻഡെക്സ്. കാരണം ഫ്യൂച്ചർ ഗൈഡൻസ് മോശമായതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഫോൾ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ടെക് കമ്പനികളുടെ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആവും. അപ്പോൾ ഏതായാലും IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു തിരിച്ചുവരവ് ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം അതൊരു സ്ഥിരമായ ഒരു മാറ്റമായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം വരും ദിവസങ്ങളിൽ ട്രെൻഡ് നോക്കിയിട്ട് മാത്രമേ IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മൂവിനെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തമായ നിഗമനത്തിലെത്താൻ പറ്റുകയുള്ളൂ. ഇതുകൂടാതെ ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പീസ് ടോക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും നിലച്ചിട്ടില്ല എന്നാണ് നമ്മൾ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏത് സമയം എന്നെ ഫോണിൽ വിളിക്കാമെന്നാണ്. അപ്പോൾ യുദ്ധം ഏതായാലും കൂടുതൽ വഷളാകില്ല എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു സീസ് ഫയർ ഹോപ്സ് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിറക്കാൻ കാരണമായിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 3 ദിവസമായിട്ട് വിപണിയിലുണ്ടായിട്ടുള്ള വമ്പിച്ച ഇടിവിന് ശേഷം പ്രത്യേകിച്ച് F&O ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ഷോർട്ട് സെല്ലേഴ്സ് തീർച്ചയായിട്ടും അവർ നേരിയ തോതിൽ ഇപ്പോൾ പാനിക്കായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഈ രീതിയിൽ തിരിച്ചു വരുമ്പോൾ അവരുടെ പൊസിഷൻസുകൾ അവർ ക്ലോസ് ചെയ്യേണ്ടി വരും. കാരണം നാളെ ഏപ്രിൽ മാസത്തെ F&O എക്സ്പയറിയാണ്. അപ്പോൾ അത്തരത്തിൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് കവറിങ് നമ്മൾ ഒരുപക്ഷെ നിഫ്റ്റിയിൽ നിന്ന് കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാക്കുകയും നിഫ്റ്റി 24,130 എന്നുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,090 ലെവലിലാണ്. എങ്കിൽ പോലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 24,100, 150 ലെവല് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ റാലി നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഷോർട്ട് കവറിങ്ങിൻ്റെ സാധ്യത കൂടുതൽ വെളിപ്പെടുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ത്യ വിക്സും ഇന്ന് വലിയ തോതിൽ താഴേക്ക് വന്നതായിട്ട് കാണാം. 18 എന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഷോർട്ട് കവറിങ്ങിൻ്റെ ഒരു റാലി ഉണ്ടെങ്കിലും അതല്ലാതെ തന്നെ ബ്രോഡർ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പിലൊക്കെ നല്ല ബൈങ് ഇന്ന് നടന്നതായിട്ട് കാണാം. അവിടെ നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടുള്ള ഒരു ബൈങ് ആണ് ഈ ലോവർ മാർക്കറ്റ് ക്യാപ്പ് കമ്പനികളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൈനാണ്. ഇന്ന് നല്ല മുന്നേറ്റം നടത്തിയ 3 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളാണ് കാണാൻ കഴിയുക. ഫാർമ, ഹെൽത്ത് കെയർ, അതുപോലെ IT, അതേപോലെ തന്നെ റിയൽറ്റിയാണ്. അപ്പോൾ ഈ ഫാർമയിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ കുതിപ്പിന് കാരണമായിട്ടുള്ളത് സൺഫാർമയുടെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതായത് സൺഫാർമ നമുക്കറിയാം ഇന്ത്യയിലെ ഫാർമ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ കമ്പനിയാണ്. അവർ അമേരിക്കയിലെ ഓർഗനോൺ ആൻഡ് കമ്പനിയെ ഏകദേശം $12 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപ മുടക്കിക്കൊണ്ട് ഏറ്റെടുക്കാൻ ഉള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ഒരു ഏറ്റെടുക്കലാണ്.
അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി 9% സൺഫാർമയിൽ ഇൻട്രാഡേ സ്റ്റോക്കിൽ മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ലയനത്തിലൂടെ ലോകത്തിലെ 25 ഫാർമ കമ്പനികളിൽ ഒന്നായിട്ട് സൺഫാർമ മാറുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയൊരു കോൺഫിഡൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഫാർമ സ്റ്റോക്കുകളിലും ഒരു മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ് പോലെയുള്ള മുൻനിര ഫാർമ സ്റ്റോക്കിലും ഒരു 3-4% മുന്നേറ്റം ഇന്നുണ്ടായി. കൂടാതെ ഇന്ന് ഫാർമ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു കമ്പനിയായിട്ടുള്ള കൊഹാൻസ് ലൈഫ് സയൻസ് അത് ശക്തമായി മുന്നേറിയിട്ട് അപ്പർ സർക്യൂട്ടിൽ നിന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ കൊഹാൻസ് ലൈഫ് സയൻസിൽ അവിടെ അവർ സിപ്ലയുടെ മുൻ MDയും ഗ്ലോബൽ CEOയുമായിട്ടുള്ള ഉമംഗ് വോറയെ കൊഹാൻസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടും ഗ്രൂപ്പ് CEOയുമായിട്ടും അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോൾ ആവേശം കൊള്ളിച്ചുള്ളത്. കാരണം സിപ്ലയെ വലിയൊരു വളർച്ചയിലേക്ക് നയിച്ച ഈ ഉമംഗ് വോറയുടെ ആ ഒരു ട്രാക്ക് റെക്കോർഡ് കൊഹാൻസിനും വലിയ ഗുണം ചെയ്യുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെയ് 1 അദ്ദേഹം എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടും മെയ് 20 CEO ആയിട്ടും സ്ഥാനമേൽക്കും. അപ്പോൾ അഡ്വന്റ് ഇൻ്റർനാഷണൽ എന്ന പ്രൈവറ്റ് ഈക്വിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ് കൊഹാൻസ്. അവർ ഈ സുവൻ ഫാർമയുമായുള്ള ലയനത്തിന് ശേഷം ഒരു വലിയ കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ് പ്ലാറ്റ്ഫോം ആയിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉമംഗ് വോറയെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് CEO ഉണ്ടാകുമ്പോൾ അത് ഇവരുടെ ഗ്ലോബൽ ബിസിനസ്സിന് വലിയ ഗുണം ചെയ്യുമെന്നും വലിയ തോതിലുള്ള ഒരു വളർച്ചയ്ക്ക് അത് സഹായമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഫാർമ സെക്ടറിൽ പൊതുവേ നല്ല മുന്നേറ്റമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്ത കൂടി വന്നതോടെ കൊഹാൻസിൽ അത് അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്നൊരു റിക്കവറി നടന്ന ഒരു സ്റ്റോക്കാണ് അനന്തരാജ് ലിമിറ്റഡ്. അപ്പോൾ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ വമ്പിച്ച ഒരു തകർച്ച നേരിട്ട ഒരു സ്റ്റോക്കായിരുന്നു അനന്തരാജ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച അവരുടെ ഡൽഹി ഓഫീസിൽ ED റെയ്ഡ് നടത്തി എന്ന വാർത്തയെ തുടർന്ന് ഏകദേശം 9% ഈ സ്റ്റോക്ക് ഇടിഞ്ഞിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഈ വാർത്തയോടുള്ള ഒരു ഓവർ റിയാക്ഷൻ ആയിരുന്നു. അത് കാരണം സ്റ്റോക്ക് ഓവർസോൾഡ് സോണിലേക്ക് പോവുകയും അപ്പോൾ അത് ഒരു ബോട്ടം ഫിഷിംഗ് അവസരമായിട്ട് പല വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കാണുകയും അവർ നല്ല തോതിൽ ബൈ ചെയ്തതായിട്ടുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ED റൈഡുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒരു വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് BSEയും NSEയും അനന്തരാജിനെ സമീപിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു എക്സ്ചേഞ്ച് ഫയലിംഗ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. അതിലവർ പറയുന്നത് ഈ ഒരു റെയ്ഡുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് നേരിട്ട് ബന്ധമില്ലെന്നും കമ്പനിയുടെ ബിസിനസ്സുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലെന്നും ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില ഇടപാടുകൾ അതിലിപ്പോഴുള്ള ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ട് നടന്ന ചില അന്വേഷണങ്ങൾ മാത്രമാണെന്നും കമ്പനിയുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ഇടപാടിലില്ല എന്നുമാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം. കൂടാതെ മെയ് 11 ഇവർ ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്. അപ്പോൾ അവരുടെ Q4 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. കൂടാതെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നിഫ്റ്റി റിയാലിറ്റി സെഗ്മെൻറ്റിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ബൈങ് അവിടെ നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനന്തരാജിനും അത് ഗുണകരമായി മാറുകയും അങ്ങനെ അനന്തരാജ് ഒരു താൽക്കാലിക റിക്കവറി നേടിയതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ശ്രദ്ധേയമായിട്ടുള്ള IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. നമുക്കറിയാം ഈ സ്റ്റോക്ക് ഹരിയാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അക്കൗണ്ട് ഇടപാടുകളിൽ ഈ ഒരു ബാങ്കിൽ നടന്ന ഫ്രോഡ് അത് ബാങ്കിൻ്റെ ഈ ഒരു Q4 ലാഭത്തിൽ വലിയ തോതിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ നെറ്റ് പ്രോഫിറ്റ് 319 കോടിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയ 304 കോടി അപേക്ഷിച്ച് 5% മാത്രമേ അവിടെ വർധനവുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു തട്ടിപ്പില്ലായിരുന്നുവെങ്കിൽ, കാരണം ആ തട്ടിപ്പ് എന്ന് പറയുന്നത് 453 കോടിയുടെ തട്ടിപ്പാണ്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ഈ കമ്പനിയെ ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു റിസൾട്ടിലെ നെറ്റ് പ്രോഫിറ്റ് 746 കോടിയാവുമായിരുന്നു. അപ്പോൾ അതായത് നെറ്റ് പ്രോഫിറ്റിൽ 145% വർധനവ് ഉണ്ടാകുമായിരുന്നു. അതാണ് ആ ഫ്രോഡ് കാരണം ഇല്ലാതായത്. കൂടാതെ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% വളർന്നിരുന്നു. അതുപോലെ ക്രെഡിറ്റ് ഗ്രോത്ത് 20% വെച്ച് വളർന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 17% വെച്ചിട്ടും വളർന്നിട്ടുണ്ട്. അതുപോലെ കാസ റേഷ്യോ 49 എന്ന മികച്ച നിലയിലാണ്. കൂടാതെ ഗ്രോസ് NPA 1.87 നിന്ന് 1.61 ആയിട്ട് കുറഞ്ഞു. നെറ്റ് NPAയും 0.48 ആയിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് കുറവുണ്ടായെങ്കിലും ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിസിനസ്സിൽ ആ കോർ ബിസിനസ്സിൽ ശക്തമായ വളർച്ച ഉണ്ടെന്നും അതുപോലെ അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടതുകൊണ്ടും ഇന്ന് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും തിരിച്ചു വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ 24,000 എന്ന കടമ്പ കടന്നത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓപ്ഷൻ ചെയിൻ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന 24,200 ലെവലിൽ ശക്തമായ കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് 24,200 ലെവൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് മറികടക്കുകയാണെങ്കിൽ 24,500 വരെ ഒരു പക്ഷേ നിഫ്റ്റി പോയേക്കാം. ഇനി നമ്മൾ പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 23,800 23,900 മേഖലയിലാണ് ശക്തമായ സപ്പോർട്ട് നിൽക്കുന്നത്. ഇപ്പോൾ താഴ്ത്തു വരികയാണെങ്കിൽ 23,800 ഒരു ബേസ് ആയിട്ട് പ്രവർത്തിച്ചേക്കാം. ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ നമ്മൾ കാണുന്നത് 0.9 മുതൽ 1 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് കവറിങ് നടക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ സൂചനയാണ്.
ഇതുകൂടാതെ നമ്മൾ നോക്കേണ്ടത് FIS നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നെറ്റ് സെല്ലേഴ്സ് ആണ്. എന്നാൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ തിരിച്ചുവരവിൽ അവരെത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ അവർ വാങ്ങി തുടങ്ങിയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റാലി നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ ഏതായാലും ഏപ്രിൽ മാസത്തെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു വളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് പ്രതീക്ഷിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.